ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. നത്തോലി മീൻ നമ്മൾ കറി വയ്ക്കുന്നതാണ്. അതിനു വേണ്ടി നത്തോലി മീൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് മുള്ളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് മുള്ളൊക്കെ മാറ്റണം, വീഡിയോ ക്ലീൻ ചെയ്യണം. നെത്തോലി മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർ അത് പോയി കാണുക. അതുപോലെ വേറെ വെറൈറ്റീസ് ഓഫ് മീൻ കറിയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ അതൊന്ന് നമ്മളെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. അപ്പം മീൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ച മീനിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് എന്ന് പറയുന്നത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. തൊണ്ടൻ മുളക് എന്നൊക്കെ പറയും നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ. ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനിട്ടു, അതിൻ്റെ പുറത്ത് മുരിങ്ങയ്ക്കായ, അതുപോലെ മുളകും പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്, ചെറിയ കുഞ്ഞു പീസായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ അരച്ച മിക്സും കൂടെ നമ്മൾ ഈ മീനിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് വേണമെങ്കിൽ അഡീഷണലായിട്ട് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിയും നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം മീൻ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം മീൻ കറി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഒരിക്കലും സ്പൂൺ ഇടാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നമ്മളെ ചാനലിൽ ഓൾറെഡി കുറേ ഫിഷ് കറിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സമയം മീനിന് പുളിയോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്യുക. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് നിങ്ങൾക്ക് ചാറ് കറി എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൽ മാങ്ങ ഇട്ടും വയ്ക്കാം, അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. മാങ്ങയ്ക്ക് പകരം ഇതുപോലെ വാളംപുളി ഒഴിച്ചും വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. താങ്ക്